അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇസ്രായിലൂടെ പരലോക വിജയത്തിന് ആവശ്യമായ ധാരാളം നിർദ്ദേശങ്ങൾ നമുക്ക് നൽകുന്നത് ഓരോന്നോരോന്നായി എണ്ണിപ്പടിക്കുന്ന നല്ല സന്ദർഭത്തിലാണ് നാം ഒത്തുകൂടിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ഒരനുഗ്രഹമാണ് നമ്മുടെ സാമ്പത്തിക സ്രോതസ്. അത് ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ആർക്കൊക്കെയാണ് ചെലവഴിക്കേണ്ടത് എന്ന് ഹ്രസ്വമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചു. ആതിദൽ ഖുർബ ഹഖഹു വൽ മിസ്കീന വബ്നസ് സബീൽ. 3 വിഭാഗങ്ങളെയാണ് പറഞ്ഞതെങ്കിലും ആ 3 വിഭാഗത്തിലും വ്യത്യസ്ത രൂപത്തിൽ ജീവിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഒന്നാമതായി പറഞ്ഞ കുടുംബം ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട, പരിഗണിക്കേണ്ട ഒരു മേഖലയാണ്. കുടുംബതലങ്ങളിൽ പ്രയാസപ്പെട്ട് കഴിയുന്ന ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള നല്ല മനസ്സും നല്ല തൗഫീഖും നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. കുടുംബക്കാരെ നോക്കുന്ന ആളുകൾക്ക്, സഹായവും ഒത്താശയും ചെയ്യുന്ന ആളുകൾക്ക് ഇവിടെ മാത്രമല്ല പാരത്രിക ലോകത്തും വലിയ വിജയമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷക്കാലം അല്ലെങ്കിൽ ജീവിതം മുഴുവനും ജനങ്ങൾക്ക് മുന്നിൽ വെച്ച മാർഗദർശനങ്ങളിൽ നിന്ന് നമ്മോട്, സമൂഹത്തോട് പകരം ചോദിച്ച ഒരു വിഷയം ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ, കുടുംബത്തെ സ്നേഹിക്കാനും സഹായിക്കാനുമാണ്. ആ ആയത്തിന് 2 വിവക്ഷയുണ്ട്. ഒന്ന് അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുക, ബഹുമാനിക്കുക, ആദരിക്കുക എന്നതാണ്. രണ്ടാമത്തെ ഒന്ന് കുടുംബം എന്ന നിലക്കുള്ള ഒരു ബന്ധവും സ്നേഹവും കാത്തു സൂക്ഷിക്കണം. സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലുമുള്ള കെട്ടുറപ്പിന്, ശക്തിക്കും ഐക്യത്തിനും ഇണക്കത്തിനും ഏറ്റവും വലിയ കാരണം അതാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തോട് കണ്ണിയക്കാത്തൊരൊറ്റ കബീലയും വിശുദ്ധ മക്കയിലുണ്ടായിരുന്നില്ല. മക്കയിലെ എല്ലാ ഗോത്രങ്ങളിലും എവിടേക്ക് പോയാലും ഏതെങ്കിലും ഒരു ഉപ്പാപ്പയിലോ അല്ലെങ്കിൽ ആ ഉപ്പാപ്പയുടെ ഏതെങ്കിലും ഒരു ബന്ധങ്ങളിലോ ചേരുന്ന കുടുംബങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഖുലഫാഉൽ അർബഅത്തിനെ പരിശോധിച്ചാൽ നമുക്കറിയാം, 4 പേരുടെയും ഉപ്പാപ്പമാർ ചെന്നെത്തുന്നത് ഖുറൈശ് കബീലയിലേക്കാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രധാനപ്പെട്ട ഉപ്പാപ്പമാരിലേക്കാണ് അവരുടെ കുടുംബബന്ധം ചെന്നെത്തുന്നത്. ആ നിലക്ക് കുടുംബക്കാരെ എന്ന അർത്ഥത്തിലുള്ള ഒരു സ്നേഹവും ബഹുമാനവും എപ്പോഴും വേണം. വിശ്വാസത്തിന്റെ പേരിൽ സ്വഹാബത്തിനെ വേട്ടയാടിയവരാണ് പഴയകാലത്തെ മക്ക നിവാസികൾ. ആ കൂട്ടത്തിൽ അവർ നന്നായി കളിയാക്കി സുമാമത്ത് ബിൻ ഉസാൽ റളിയല്ലാഹു അൻഹുവിനെ. മത്താഫിൽ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ
സുമാമ റളിയല്ലാഹു അൻഹുവിന്റെ സ്വഭാവം മാറിയപ്പോ, ദിക്റും പെരുമാറ്റങ്ങളൊക്കെ മാറിയപ്പോ മക്കക്കാർ ചോദിച്ചു, അസബൗത യാ സുമാമ, സുമാമ നീ മതം മാറിയിട്ടുണ്ടോ? സുമാമ പറഞ്ഞു, ഞാൻ മതം മാറിയതല്ല, യഥാർത്ഥ ദീന് ഞാൻ സ്വീകരിച്ചതാണ്, ഉൾക്കൊണ്ടതാണ്. പലതും പറഞ്ഞവർ പരിഹസിച്ചപ്പോ സുമാമ പറഞ്ഞു, നിങ്ങൾ എന്നെ കളിയാക്കരുത്, നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കും. ഈ മക്കയിലേക്കുള്ള ഭക്ഷ്യധാന്യങ്ങൾ മുഴുവനും കൊടുത്തയക്കുന്നത് യമാമയിൽ നിന്നാണ്, എൻ്റെ നാട്ടിൽ നിന്നാണ്. ഞാൻ അതിൻ്റെ ഗോഡൌൺ അടച്ചു കഴിഞ്ഞാൽ ഒരു ധാന്യം പോലും നിങ്ങൾക്ക് ഭക്ഷിക്കാൻ കഴിയില്ല. വിശുദ്ധ ഇസ്ലാം സ്വീകരിച്ചു എന്ന ഒരു കാരണം കൊണ്ട് സുമാമയെ അവർ വീണ്ടും പരിഹസിച്ചു. ഉംറ ചെയ്ത് പൂർത്തിയാക്കി നാട്ടിലെത്തിയ സുമാമത്ത് ബിൻ ഉസാൽ റളിയല്ലാഹു അൻഹു മക്കയിലേക്കുള്ള ഗോഡൌൺ അടച്ചുപൂട്ടി. നമ്മൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ട ഒരാവശ്യം ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ, കുടുംബസ്നേഹം നിലനിർത്തണമെന്നാണ്. നമ്മളോട് കാര്യമായി പ്രത്യുപകാരമായി ചോദിച്ച ഒന്നതാണ്, നിങ്ങളെ പൊന്നും വേണ്ട, പറമ്പും വേണ്ട, ഒന്നും വേണ്ട, ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ, ഒരൊറ്റ ഒന്ന് മതി, കുടുംബതലത്തിലുള്ള സ്നേഹം നിലനിർത്തണം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പോലത്തുള്ള മഹാന്മാരൊക്കെ ഞാനീ പറഞ്ഞ രണ്ടാമത്തെ തഫ്സീറാണ് ഒന്നാമതായി പറഞ്ഞിരിക്കുന്നത്. കുടുംബസ്നേഹം എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ആയത്തിന്റെ തഫ്സീറിൽ തന്നെ അഹ്ലുബൈത്തിനെ സ്നേഹിക്കുന്നതിന്റെ ധാരാളം ബഹുമാനങ്ങൾ ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹിയും ഹാഫിദ് ബിൻ കസീർ ഒക്കെ കൊണ്ടുവന്നത് കാണും. സുമാമത്ത് ബിൻ ഉസാൽ ഗോഡൌൺ അടച്ചുപൂട്ടിയപ്പോൾ മക്കയിലേക്ക് ധാന്യം നിന്നു, ഗോതമ്പും ചോളവും ഒന്നും വരാതെ. അപ്പോ മക്കയിലുള്ള ആളുകൾ മദീനയിലേക്ക് എഴുത്തു കൊടുത്തയച്ചു, നിങ്ങൾ ഞങ്ങളെ കുടുംബക്കാരനാണ്, കുടുംബബന്ധം പരിഗണിക്കണം, ഞങ്ങൾക്കുള്ള ഭക്ഷ്യവസ്തുക്കളൊക്കെ നിങ്ങളുടെ അനുയായി നിർത്തിവച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് മറുപടിയായി, നിങ്ങൾ കളിയാക്കിയിട്ടല്ലേ, കുറച്ച് സഹിച്ചോളൂ എന്നല്ല തങ്ങൾ പറഞ്ഞത്. വേഗം യമാമയിലേക്ക് ആളെ വിട്ടു. സുമാമത്ത് ബിൻ ഉസാൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഭക്ഷണം മുടക്കാൻ പാടില്ല. അതിൽ അവർ കത്തിലെഴുതിയത് പ്രധാനമായും കുടുംബബന്ധമാണ് അവർ ഊന്നിപ്പറഞ്ഞത്. കാരണം മക്കയിലുള്ള എല്ലാ ഗോത്രങ്ങളിലും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഗോത്രത്തിന്റെ വേരുകൾ അങ്ങിങ്ങായി പരന്നു കിടക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു കുടുംബ സ്നേഹവും നാട്ടുകാരോടുള്ള ബന്ധവും പരിഗണിച്ച് എളുപ്പത്തിൽ അത് കൊടുത്തയക്കാനും, മനുഷ്യാവകാശമാണ് ഭക്ഷണം, ധാന്യം എന്നത് തടഞ്ഞു വെക്കരുത് എന്നും സുമാമത്ത് ബിൻ ഉസാൽ റളിയല്ലാഹു അൻഹുവിനോട് നിർദ്ദേശിച്ചു. കൊടുക്കാനുള്ള തലങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നു, വലാ തുബദ്ദിർ തബ്ദീറ. അതാണ് ശ്രദ്ധിക്കേണ്ടത്. വലാ തുബദ്ദിർ തബ്ദീറ, ഒരിക്കലും നിന്റെ സമ്പത്ത് നീ ദുരുപയോഗം ചെയ്യരുത്, ദുർവ്യയം ചെയ്യരുത്. എന്താണ് ദുരുപയോഗം, എന്താണ് ദുർവ്യയം? തഫ്സീറുകളിൽ നിന്ന് തന്നെ നമുക്ക് പഠിക്കാം. ദുർവ്യയം എന്ന ആ വാക്ക് തബ്ദീർ എന്നതിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ ഒരുപാട് ആളുകൾ വിശദീകരിച്ചു. തബ്ദീർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തഫ്രീഖും ഫീ ഗൈരി മൗദിഇഹി, സമ്പത്ത് ചെലവഴിക്കേണ്ട മേഖലകളിൽ അല്ലാത്തതിൽ നിക്ഷേപിക്കുക, അർഹതയുള്ള ആളുകളിലേക്ക് കൊടുക്കാതെ മറ്റു മാർഗങ്ങളിലേക്ക് തിരിച്ചുവിടുക. ആ മറ്റു മാർഗങ്ങൾ എന്നതിൽ ഹറാമായ മാർഗങ്ങളുണ്ട്, മുബാഹായ ഹലാലായ മാർഗങ്ങളുണ്ട്. കാര്യമായ കൂലൊന്നും കിട്ടാനില്ല. അങ്ങനെ ഒരു ദുർവ്യയം, ഇങ്ങനെ ചെലവഴിക്കുന്നൊരു ഏർപ്പാട്, വലാ തുബദ്ദിറു തബ്ദീറ, ഒരിക്കലും ഒരു സമ്പത്ത് പോലും
ചെറുതാകട്ടെ വലുതാകട്ടെ, പറ്റാത്ത മാർഗങ്ങളിലേക്ക് മേഖലകളിലേക്ക് തിരിച്ചുവിടരുത്. അത് ചെറിയ ഒരു സംഗതിയല്ല. അതുകൊണ്ട് ഉണ്ടായിത്തീരുന്ന ദുരന്തങ്ങളൊക്കെ വിശദീകരിച്ചു. സമ്പത്ത് നശിപ്പിക്കുക, അനുവദനീയമല്ലാത്ത മേഖലകളിൽ അത് ചെലവഴിക്കുക. വലാ തുബദ്ദിർ തബ്ദീറ വത്തബ്ദീറു ഫിൽ ലുഗത്തി ഇഫ്സാദുൽ മാൽ. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, തബ്ദീർ ദുർവ്യയം എന്നാൽ സമ്പത്ത് ദുരുപയോഗം ചെയ്യലാണ്. വഇൻഫാഖുഹു ഫിസ്സറഫി, അമിതമായ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കലാണ്. അത് വ്യത്യസ്ത വിഷയങ്ങളിൽ വരും. വസ്ത്രങ്ങളിൽ, വീടുകളിൽ, ആഘോഷങ്ങളിൽ, എല്ലാ തലങ്ങളിലും വരും. ഒരിക്കലും ദുർവ്യയം പാടില്ല. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നുൽ അസ്വദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ മക്കത്തെ പള്ളിയിൽ വലിയ പണ്ഡിതനായ മുജാഹിദ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ കഅബന്റെ ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോ മഹാനവറുകൾ തൊട്ടപ്പുറത്തുള്ള ജബൽ അബിൽ ഖുബൈസിലേക്ക് തല ഉയർത്തിയിട്ട് എന്നോട് പറഞ്ഞു, ലൗ അന്ന റജുലൻ അൻഫഖ മിസ്ല ഹാദാ ഫീ തുഅത്തില്ലാ, ഈ പർവ്വതത്തിന്റെ ഇത്രയും ഉയരത്തിലുള്ള സമ്പത്ത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരാളങ്ങ് ചെലവഴിച്ചാൽ ലം യകും മിനൽ മുസ്രിഫീൻ, അവൻ ദുർവ്യയം ചെയ്തവരിൽ, ദൂർത്തടിച്ചവരിൽ പെട്ടവനല്ല. അതേ സമയത്ത് വലൗ അൻഫഖ ദിർഹമൻ വാഹിദൻ ഫീ മഅസിയത്തില്ലാ, അല്ലാഹു ഇഷ്ടപ്പെടാത്ത, അല്ലാഹുവിന് എതിരായ ഏതെങ്കിലും ഒരു വിഷയത്തിൽ, ഒരു കാര്യത്തിൽ ഒരൊറ്റ പൈസ, ഒരു രൂപ ചെലവഴിച്ചാൽ കാന മിനൽ മുസ്രിഫീൻ, അവൻ അതിക്രമം ചെയ്തവരിൽ, ദുർവ്യയം ചെയ്തവരിൽ പെട്ടവനാകും. എത്രയാണ് ചെലവഴിക്കേണ്ടത്? ഖൈറായ മാർഗത്തിൽ എത്ര ചെലവഴിച്ചാലും ഒരിക്കലും അത് ദുർവ്യയമാവുകയില്ല. അതേ സമയത്ത് ഷർറായ മേഖലയിൽ, കൂലി കിട്ടാത്ത മേഖലയിൽ ധാരാളം ചെലവഴിക്കുന്ന സ്വഭാവങ്ങളുണ്ട്. എന്നിട്ട് അല്ലാഹു തആല ഈ ദൂർത്ത്, ഈ ദുർവ്യയം വളരെ മോശപ്പെട്ട ഏർപ്പാടാണ്, വളരെ ദുഷിച്ചതാണ് എന്ന് അല്ലാഹു തആല പഠിപ്പിച്ചത് എങ്ങനെയാണ്? ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാനശ് ശയാത്തീൻ, ദുർവ്യയം ചെയ്യുന്ന ആളുകൾ നിശ്ചയം കാനൂ ഇഖ്വാനശ് ശയാത്തീൻ, അവർ പിശാചുക്കളുടെ കൂട്ടാളികളാണ്, ശൈത്താന്മാരുടെ സുഹൃത്തുക്കളാണ്, കൂട്ടുകാരാണ്. ശൈത്താന്മാരുമായി അവർക്ക് വലിയ കണക്ഷനാണ്. പിശാചിന്റെ സ്വഭാവം എന്താണ്? ഇന്ന ശൈത്താന കാന ലിറബ്ബിഹി കഫൂറാ, ശൈത്താനാണെങ്കിലോ എല്ലാ കഴിവും, എല്ലാ സ്വാധീനവും, എല്ലാ ശക്തിയും അവൻ ചെലവഴിക്കുന്നത് എന്തിനാണ്? കാന ലിറബ്ബിഹി കഫൂറാ, അവൻ അവന്റെ റബ്ബിന് കൂടുതൽ നന്ദി കെട്ടവനാണ്. അപ്പോൾ ദൂർത്തടിക്കുന്ന, ദുർവ്യയം ചെയ്യുന്നൊരു മനുഷ്യൻ പോകുന്ന മേഖല അങ്ങോട്ടാണ്. അവൻ ഏറ്റവും കൂടുതൽ സാമ്യപ്പെട്ടിരിക്കുന്നത് ശൈത്താനോടാണ്. ആ ദൂർത്തടിക്കുന്ന വിഷയം, ദുർവ്യയം നടത്തുന്നത് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുബാഹാത്തുകളിൽ, ഹലാലുകളിൽ ധാരാളമുണ്ട്. സഹോദരങ്ങളെ, ഒരുപാടുണ്ട്. ആവശ്യത്തിനും അത്യാവശ്യത്തിനും അപ്പുറം ന്യായങ്ങൾ എല്ലാവർക്കും പറഞ്ഞേക്കാം. പക്ഷേ ശരിയായ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്ന സമയത്ത്, ശരിയായ നിലക്ക് നോക്കുന്ന സമയത്ത് ആവശ്യമില്ലെന്ന് ബോധ്യപ്പെടുന്ന തലങ്ങളിൽ ഒരുപാട് ചെലവുണ്ട്. ആ ചെലവുകളൊക്കെ തബ്ദീറിൽപ്പെട്ടതാണ്, ദുർവ്യയത്തിൽപ്പെട്ടതാണ്, ദൂർത്തിൽപ്പെട്ടതാണ്. ഒരുപക്ഷെ നിങ്ങൾ അതിന് അലങ്കാരം എന്ന് പേര് വിളിച്ചേക്കും. മഹാന്മാരായ പണ്ഡിതന്മാര്, ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരു മനുഷ്യന് ആകെയുള്ള സമ്പാദ്യം മുഴുവനും എടുത്ത് അവനതാ വലിയ ഒരു വീട് നിർമ്മിച്ചു. ഉള്ള സമ്പാദ്യം മൊത്തം അതിന് ചെലവഴിച്ചു. പിന്നെ കടക്കാരനായി.
അവൻ ചെയ്തത് ദുർവ്യയമാണ്. ഞാൻ പറഞ്ഞതല്ല, ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞതാണ്. ഇന്ന് നമ്മൾ കൂട്ടി നോക്കിയാലുള്ള അവസ്ഥ അങ്ങനെയല്ലേ? അവന്റെ പാകത്തിനും അവന്റെ ആവശ്യത്തിനും ഉള്ളത് അതാണ് ചെലവഴിച്ചിരുന്നെങ്കിൽ ആ ഒരവസ്ഥ വരില്ല. പിന്നെന്താണ് ഇങ്ങനെ കാഴ്ചപ്പാട്? അത് പിന്നീട് അങ്ങ് കൊടുത്തു വീട്ടാം അധ്വാനിച്ചിട്ട് എന്ന നിലക്കാണ്. പക്ഷേ ഇപ്പൊ ചെലവഴിക്കുന്നതിനെ സംബന്ധിച്ചൊരു ചിന്ത വേണം, നല്ല ഒരു ആലോചന വേണം. ആവശ്യമില്ലാത്ത ഇത്തരത്തിലുള്ള സ്വഭാവങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ശക്തമായി അപലപിച്ചിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരും ഈ വിഷയം നന്നായി ഗ്രഹിക്കുകയും നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും കുടുംബങ്ങളിൽ നടക്കുന്ന സദസ്സുകളിൽ നിന്നും തിരുത്തേണ്ട സന്ദർഭങ്ങൾ മുഴുവനും തിരുത്തേണ്ടതും ഉണ്ട്. മുസ്ലിം സമൂഹത്തെ വിമർശിക്കാൻ എല്ലാവരും പേനയുന്നൊരു പ്രധാനപ്പെട്ട സംഗതിയും ഈ ദുർവ്യയമാണ്. നിങ്ങൾ നോക്കൂ, ചെറു കല്യാണങ്ങൾ നടന്ന 2-3 മാസങ്ങൾ നല്ല ആശ്വാസം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആളുകൾ ആഗ്രഹിക്കുന്നു വീണ്ടും അത് മടങ്ങി വന്നിരുന്നെങ്കിൽ എന്ന്. എന്താ സഹോദരങ്ങളെ കാണുന്നത്? 3, 4, 5 തവണ ഇഷ്ടം പോലെ ഭക്ഷണങ്ങള് ഏതെല്ലാം രൂപത്തിലാണ് വേസ്റ്റാക്കി തള്ളുന്നത്. ആവശ്യത്തിനപ്പുറം എത്രയാ ഉണ്ടാക്കുന്നത്, എത്ര ആളുകളെ ക്ഷണിച്ചു കൂട്ടേണ്ടത് എന്നറിയുന്നില്ല. പഴയ കാലത്തൊക്കെ കല്യാണത്തിന് പോയാൽ എല്ലാവർക്കും കൊടുത്തിരുന്ന വെള്ളം ഒന്ന്, പറ്റാത്തവർക്ക് മധുരമില്ലാത്ത മറ്റൊന്ന്. ഇന്നിപ്പോ ഏത് കളറാ ഇല്ലാത്തെന്നുള്ള അറിയില്ല. അതൊന്നും സൗജന്യമായിട്ട് ആരും കൊണ്ടുവന്നല്ല, ഇഷ്ടം പോലെ കാശ് കൊടുക്കുന്നുണ്ട്. രക്ഷിതാക്കളായ നിങ്ങൾ എന്ത് ചെയ്യുന്നറിയോ? നമ്മളിപ്പോ ഈ വയസ്സാം കാലത്തൊന്നും പറയണ്ട, ഇപ്പൊ ഒന്നും കേൾക്കണ്ട, അങ്ങനെ നിന്നോട്ടെ, ഓന്റെ പൈസ കൊണ്ടല്ലോ എന്തോ നടത്തിയോട്ടെ. ഭയങ്കര പാവം. അതിനല്ല ബാപ്പിയും വല്യാപ്പായിട്ട് നിൽക്കുന്നത്. നേർക്ക് നേരെ നിയന്ത്രിക്കാനുള്ള കഴിവ് വേണം. ഒരു ഹദീസിൽ കാണാം, നിസ്ഫുൽ ഈമാനി ഹുസ്നുത് തദ്ബീർ. നല്ല നിയന്ത്രണം അത് വിശ്വാസത്തിന്റെ പാതിയാണ്. ഹുസ്നുത് തദ്ബീർ, നല്ല കൈകാര്യം ചെയ്യാനുള്ള കഴിവ് വേണം. 1 ഇഞ്ച് വിട്ടുകൊടുക്കാതെ, 1 ഇഞ്ച് ദുർവ്യയത്തിലേക്ക് പോകാതെ നിയന്ത്രിക്കാനുള്ള കഴിവ്, അതാണ് ബാപ്പയായിരിക്കുന്ന ആൾക്ക്. അല്ലെങ്കിൽ ആൾക്ക് നല്ല എന്താണെന്നറിയോ? ഈ പുരോഗതിയൊക്കെ എത്തിയ പഠിച്ചോനെ ഇതൊന്നും കാണാതെ തന്നെ വേണം കൊണ്ടുപോകണേ എന്ന് വരക്കാന്നല്ലേ. അതാ നല്ലത്. പിന്നെ കണ്ട് എന്നുള്ളവർക്ക്, സാക്ഷിയാന്നുള്ളവർക്ക് എന്തേ ഒന്ന് ചെയ്യാന്നുള്ള ചോദ്യം ഉണ്ടാവില്ലല്ലോ. ഇത് നമ്മളങ്ങനെ ആ കാരണമൊക്കെ മുന്നിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട്, സംഗതിയൊക്കെ അങ്ങനെ ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. എന്നിട്ട് കഴിഞ്ഞു നോക്കിയാൽ ലാസ്റ്റ് ചോദിച്ചാൽ കടൊന്നുമില്ല, ഒരു 10-15 ലക്ഷമേ ഉള്ളൂ, പ്രശ്നമൊന്നുമില്ല. എന്തിന് സഹോദരൻ അങ്ങനെ നടത്തിയത്? 100 ദീനാർ മാത്രം ഉടമസ്ഥതയിലുള്ള ഒരാൾ 100 ദീനാറിന് കല്യാണം നടത്താൻ പാടില്ല എന്നാ. ഇനി ഇബാറത്താ വേണ്ടത്, ഇനി അതിന്റെ ഒരു കുറവ് വേണ്ട, ഇബാറത്താ വേണ്ടത്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു മനുഷ്യന് 100 ദീനാർ അവന്റെ കയ്യിലുണ്ട്. ആ 100 ദീനാറും ഉപയോഗിച്ച് അവനൊരു വലീമത്ത് സംഘടിപ്പിക്കാൻ പറ്റുമോ? ഇല്ലേ. 100 ദീനാറും അതിനു വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. മഹാനവർകൾ പറയുന്നു, മല്ലം യംലിക ഇല്ലാ 100 ദീനാരിൻ, 100 ദീനാർ അല്ലാതെ ഒരാളെ കയ്യിലില്ല. വമാഹു ഇയാലുഹു ഔലാദുഹു, ദീനാറാണ് കേട്ടോ നമ്മുടെ സംഖ്യയല്ല, അതിനനുസരിച്ച് പെരുപ്പം കൂട്ടിയാൽ മതി. 100 ദീനാറുണ്ട്, അതൊന്ന് കൂട്ടി നോക്കിയാൽ മതി എത്ര വരുന്നു. മക്കളും ഭാര്യമാരൊക്കെ കൂട്ടുകുടുംബങ്ങളുണ്ട്. വലാ മഈശത ലഹും സിവാഹു, ഈ ഒരു ഉപജീവനത്തിന് വേണ്ടി ഇതല്ലാതെ മറ്റൊന്നവരെ കയ്യിലില്ല. ഫഅൻഫഖൽ ജമീഅ ഫീ വലീമ, മൊത്തം ഒരു സദ്യക്ക് വേണ്ടി അങ്ങ് ചെലവഴിച്ചാൽ ഫഹുവ മുസ്രിഫുൻ, അവൻ ദൂർത്തടിച്ചവനാണ്. യജിബു മൻഉഹു, അവനെ തടഞ്ഞു വെക്കൽ നിർബന്ധമാണ്. ഇതിന്റെ ഒരു ഭാരിച്ച ഉത്തരവാദിത്വം. പിന്നത് വീട്ടാൻ കഴിയുമ്പോൾ ഏതെല്ലാം വഴികളിലൂടെ സഞ്ചരിക്കേണ്ടി വരും, ഏതെല്ലാം മാർഗങ്ങളിലൂടെ പോകാൻ തോന്നും, ഏതെല്ലാം വഴികളിലേക്ക് തിരിയും. ഓ സഹോദരങ്ങളെ, നമ്മൾ ശരിക്കും ആലോചിക്കണം, ചിന്തിക്കേണ്ടതുണ്ട്. നിങ്ങൾ കണ്ടില്ലേ, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ മുന്നിൽ വന്ന് ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്, നബിയെ തങ്ങളൊന്ന് വരുമോ എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞു, ഒരു ഭക്ഷണത്തിന് ക്ഷണിക്കല്ലേ, പോകാം നമുക്ക്. ഹക്കുൻ, ഒരാൾ ഭക്ഷണത്തിന് ക്ഷണിക്കല്ലേ, നമുക്ക് പോകാം. അങ്ങനെ തങ്ങളൊക്കെ പോയി. കുറെ ആൾക്കാരെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു, പോയി ഭക്ഷണം കഴിച്ചു. അതേ വ്യക്തി കുറച്ചുകൂടി നേരം കഴിഞ്ഞു,
ഏകദേശം 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോ പിന്നെയും വന്ന് വിളിച്ചത് ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്, വരുമോന്ന്. തങ്ങൾ പറഞ്ഞു പോകൽ ആവശ്യമല്ല, വേണ്ടവരെ പൊയ്ക്കോളൂ. പോകൽ ഹക്കില്ല, ബാധ്യതല്ല, അത് കഴിഞ്ഞു, ഇനി വേണ്ടവരൊക്കെ പൊയ്ക്കോളൂന്ന് പറഞ്ഞു. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ 3ാമതും അതേ വ്യക്തി വന്ന് വിളിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ആരും പോകാൻ പാടില്ല, അത് റിയാഉം സുംഅത്തുമാണ്, ലോകമാന്യവും പ്രസിദ്ധിക്കും വേണ്ടിയാണ്. എന്തായി കൊടുക്കുന്നത്? ഈ കൊടുക്കുന്നത് എന്താ? ഭക്ഷണം. നമ്മളെ കണക്കിൽ ഇത് പോരാന്നു, പാകത്തിനുള്ളത് മതി, അത്രക്ക് ഭക്ഷണം കൊടുത്താൽ മതി, അതിനൊക്കെ ഇഷ്ടം പോലെ കൂലിട്ടും, പാകത്തിന് കാര്യങ്ങൾ ചെലവഴിച്ചാൽ മതി. അനാവശ്യത്തിന്റെ പേരിൽ, അനാവശ്യം എന്ന പരിധിയിൽ എന്റെ സഹോദരിമാര് ശരിക്ക് ശ്രദ്ധിക്കണം. എവിടെയെങ്കിലും കണ്ട രൂപഭാവങ്ങൾ വലിച്ചു വെച്ച് കൊണ്ടുവരരുത്. അവിടെ അങ്ങനെ ഉണ്ടായിരുന്നു, കാണാൻ നല്ല ചൊങ്കു ചൊർക്കുണ്ടായിരുന്നു, അങ്ങനെ തന്നെ വേണം, ഇല്ലെങ്കിൽ ഞാൻ നാളെ എന്റെ പുറകെ പോകും, അങ്ങനൊന്നും പറയരുത്, അങ്ങനൊന്നും ശാഠ്യം പിടിക്കരുത്. ഹദീസ് കാണാതെ പഠിച്ചു വെച്ചോളൂ. ഏറ്റവും നല്ല ബറക്കത്തുള്ള കല്യാണം നിക്കാഹ്, കല്യാണം സൽക്കാരം, ഐസറുഹാ മുഅ്ന, ചെലവ് ചുരുങ്ങിയതാണ്. സ്വാലിഹീങ്ങളായ കുറെ ആളുകളെ വിളിച്ച്, അനിവാര്യമായ കുടുംബങ്ങളെയും വിളിച്ച് ഒരു സൽക്കാരമുണ്ടാക്കി, ഒരു നിക്കാഹൊക്കെ നടത്തി, അനാവശ്യമായ ഒരു മേഖലയിലൂടെയും ഒരു കാശും പോകാതെ നല്ലോണം നിയന്ത്രിച്ച് നടത്തുന്നതില്ലേ, അതിന് നല്ല ബറക്കത്തുണ്ട്, നല്ല നിലനിൽപ്പുണ്ട്. നിങ്ങളെ നാട്ടിലെ മൊത്തം ആളുകളെ വിളിക്കല് ബാധ്യതയുണ്ടോ? ബാധ്യതയില്ല. ഇനി സാമ്പത്തിക സ്രോതസ്സുള്ളത് കൊണ്ട് ആൾ വിളിച്ചു എന്ന് വെക്കുക, അവിടെയും പരിധിയുണ്ട്, പരിമിതിയുണ്ട്, നിയന്ത്രിക്കണം, നല്ലോണം ശ്രദ്ധിക്കണം. ആളുകൾ വരുന്നിടത്ത്, ആളുകൾ കൂടുന്നിടത്ത്, ആളുകൾ സംസാരിക്കുന്നിടത്ത്, ആളുകൾക്ക് കൊടുക്കുന്നിടത്ത്, ആളുകൾ ഉപയോഗിക്കുന്നിടത്ത് പലതരം ഇഷ്ടക്കാരുണ്ടാകും. അവർക്ക് ഓരോരുത്തർക്കുമുള്ള ഇഷ്ടങ്ങൾക്കനുസരിച്ച് പറ്റുന്നതും പറ്റാത്തതും മൊത്തം വിളമ്പിയാൽ ഈ ഒരു നിക്കാഹിന് വേണ്ടി, ഒരു സദ്യക്ക് വേണ്ടി ഹറാമായത് ഒരു ടീമിന് വേണ്ടത് എന്താണ്? അവർക്ക് സാധാ വലി പോരാ, വലിച്ചിട്ട് ഡേഞ്ചർ ആയിട്ടുള്ളതില്ലേ അത് വേണം, മയക്ക് വലി വേണം. വേറൊരു ടീമിനുള്ളത് മയക്കുമരുന്ന് ചവക്കാനാ വേണ്ടത്, വേറൊരു കൂട്ടർക്ക് ഗ്ലാസ്സിലൊഴിച്ച് കുടിക്കാനാ വേണ്ടത്. ഇതിനൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടാ നീ നടത്തുന്നത് നിന്റെ പണത്തിന്റെ ഹുങ്ക് കൊണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അതിനുള്ള ഫലം ഈ ദുനിയാവിൽ വെച്ച് തന്നുപോകും. കാരണം സമ്പത്ത് കൊണ്ട് അനാവശ്യ മേഖലയിൽ കളിച്ച വലിയൊരു മുതലാളിയുണ്ട്. അവനോട് അന്ന് ജനങ്ങൾ പറഞ്ഞിരുന്നു, ഖാറൂനേ വലാ തുസ്രിഫൂ ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, പരിധി വിട്ട് നീ സമ്പത്ത് കൊണ്ട് ദൂർത്തടിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടൂല, റബ്ബ് നിന്നെ ശിക്ഷിക്കാതെ വിടൂല. അവന്റെ ഭാഷ എന്തായിരുന്നു? ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, ഞാൻ ചെലവഴിച്ചാ നിങ്ങൾക്കെന്താ, എന്റെ വിവരം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതല്ലേ, അതല്ലേ എന്നും പറയാ. ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, ഞാൻ അധ്വാനിച്ച്, ഞാൻ കച്ചവടം ചെയ്ത്, ഞാൻ സമ്പാദിച്ചുണ്ടാക്കിയത് എന്നല്ലേ പറയാ. അതേ ഭാഷയാണ് ഖാറൂൻ മുതലാളിയും പറഞ്ഞത്. അവൻ ഇന്നും തായോട്ട് താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്, എഴുന്നേറ്റ് വന്നിട്ടില്ല. സമ്പത്ത് കൊണ്ട് അഹങ്കരിച്ചു ദൂർത്തടിച്ചു, റബ്ബ് തആല അവനെ തായോട്ട് വലിച്ചു. അതേ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. നമ്മൾ ശരിക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്, സൂക്ഷിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല പറഞ്ഞു നോക്ക്, നിങ്ങൾ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ, ആരെ കൂടെയാ അല്ലാഹു ചേർത്തി പറഞ്ഞിരിക്കുന്നത്? ദുർവ്യയം ചെയ്യുന്നവര്, അവര് പിശാചുക്കളുടെ സഹോദരങ്ങളാണ്. അറബികൾ പൊതുവെ ഏതെങ്കിലും ഒരു വിഷയം എപ്പോഴും കൊണ്ട് നടക്കുന്ന ആൾക്ക് അത് ചേർത്തിട്ട് ഒരു അഹ് എന്ന് ചേർത്ത് പറയും. ഉദാഹരണമായി, എന്നും യാത്ര ചെയ്യുന്ന ആളാണെങ്കിൽ അഹുസ് സഫർ എന്ന് പറയും. എന്നും അതിഥികളെ സൽക്കരിക്കുന്ന ആളാണെങ്കിൽ അഹുൽ ലിയാഫ, അഹുൽ ലൈഫ് എന്ന് പറയും. ഇതേ ഒരു ഭാഷയാ അല്ലാഹു പറഞ്ഞിരിക്കുന്നത്, ഇഖ്വാന ശയാത്തീൻ, അവര് പിശാചുക്കളെ കൂട്ടാളികളാണ്. ഇതേ പതിവല്ലേ ചെയ്യുന്നത്? കൂട്ടാളികൾ എന്ന് പറഞ്ഞ ഖുറനാഅഹും ഫിദ്ദുന്യാ വൽ ആഖിറ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇവിടെ മാത്രല്ല, പരലോകത്തും കൂട്ടുകാരായി കിട്ടുന്നത് ഈ ദുർവ്യയം ചെയ്യുന്നവർക്ക്.
ദുരുപയോഗം ചെയ്യുന്നവർക്ക് പരലോകത്തും കിട്ടുന്നത് പിശാചുക്കളുടെ കൂട്ടാണ്. ആ പിശാചിനാണെങ്കിൽ സ്വഭാവം എന്താണ്? വകാന ശൈത്വാനു ലിറബ്ബിഹി കഫൂറാ, ഇന്ന ശൈത്വാന ശൈത്വാനു ലിറബ്ബിഹി കഫൂറാ. പിശാച് റബ്ബിന് കൂടുതൽ നന്ദികേട് ചെയ്തവനാണ്. അഥവാ അവന്റെ ഫുൾ ടൈം പ്രവർത്തനം അതേ അള്ളാഹു വിലക്കിയ വിഷയങ്ങളിലും ഭൂമിയിൽ കുഴപ്പം സൃഷ്ടിക്കുക, ജനങ്ങളെ വഴിതെറ്റിക്കുക, ഇങ്ങനെ തുടങ്ങിയ വിഷയങ്ങളിലല്ലേ അവന്റെ സ്വഭാവമുള്ളത്. ഇതുപോലെ തന്നെയാണ് കുല്ലുമൻ റസഖഹുല്ലാഹു തആല മാലൻ, അള്ളാഹു സമ്പത്ത് നൽകി, ഔ ജാഹൻ അല്ലെങ്കിൽ സ്ഥാനം നൽകി, ഫസറഫഹു ഇലാ ഗൈരി മർളാത്തില്ലാഹ്, അല്ലാഹ് പൊരുത്തപ്പെടാത്ത മേഖലയിലേക്ക് ഇത് തിരിച്ചാൽ കാന കഫൂറൻ ലിനിഅമത്തില്ലാഹി തആല, അവൻ അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി കെട്ടവനാണ്. റബ്ബ് അവർ ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി കെട്ടവനാണ്. അതേ രൂപത്തിലും ഭാവത്തിലും അവരോട് യോജിച്ചവരാണ്. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന്നൽ മുബദ്ദിരീന ഇഖ്വാനു ശയാത്തീൻ, ദുർവ്യയം ചെയ്യുന്നവർ പിശാചിന്റെ കൂട്ടാളികളാണ്, സഹോദരങ്ങളാണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുവാഫിഖീന ലിശ്ശയാത്തീനി ഫിസ്സിഫതി വൽ ഫിഇലി, രൂപത്തിലും ഭാവത്തിലും പിശാചുക്കളോട് യോജിച്ചവരാണ്. പിശാചിനാണെങ്കിലോ നന്ദി കെട്ട അവസ്ഥയാണ്. ഈ ദൂർത്തടിക്കുന്നവനോ അവനും നന്ദി കെട്ടവനായി തീരും. ഒരൊറ്റ നയാ കാശ് പോലും ദൂർത്തിലേക്ക് തബ്ദീറിലേക്ക് അല്ലാഹ് പൊരുത്തപ്പെടാത്തൊരു മേഖലയിലേക്ക് നീങ്ങരുത്. ഞാൻ എന്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയട്ടെ, നിങ്ങളൊക്കെ നെറ്റ് ഉപയോഗിക്കുന്നവരല്ലേ? നെറ്റ് ഉപയോഗിക്കുന്നവരല്ലേ? എന്തിനാണത്? അല്ലാഹ് പൊരുത്തപ്പെടുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടിയാണോ? ഉപയോഗിച്ചോളൂ. അല്ലാഹ് നിഷിദ്ധമാക്കിയ രംഗങ്ങൾ കാണാനാണോ? അത് കേൾക്കാനാണോ? കളിപ്രായം കഴിഞ്ഞിട്ടും കളിക്കാനാണോ? കളിപ്രായം കഴിഞ്ഞിട്ടുള്ള കളിന്റെ പേരെന്താ? അങ്ങനെ ഒരു കളി ഉണ്ടോ? കളിയുണ്ട്. ഖുർആനിൽ നിങ്ങൾ നോക്ക്, കളിനെ പറ്റി 2 വാക്കാണ് അള്ളാഹു പറഞ്ഞത്, ലഇബുൻ വലഹുബുൻ. രണ്ടും ഒരേ കളിയല്ല. ഇമാം റാസി റളിയല്ലാഹു അൻഹു ലഇബ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ കളി. കുട്ടികൾ കളിക്കൂലേ? നമ്മളെ നാട്ടിൽ പോലെ കുട്ടികൾ കളിക്കൂലേ? കുട്ടികൾ കളിക്കുമല്ലോ. കുട്ടികൾ കളിയുണ്ടല്ലോ, അവരെ കളിപ്പിക്കലും ഉണ്ടല്ലോ. രക്ഷിതാക്കൾക്ക് അങ്ങനെ ഒരു സ്വഭാവ സുന്നത്തൊക്കെ ഉണ്ട്, കുട്ടികളെ കളിപ്പിക്കലും. കുട്ടികളെ കൂടെ ഇങ്ങനെ അവരെ കളിപ്പിക്കും. മക്കളെ കളിച്ചൂടി എന്ന് പറയും, കളിപ്പാവുകൾ വാങ്ങിക്കൊടുക്കും. അത് ലൈബ. ലഹുവ് എന്ന് പറഞ്ഞാലോ കളിപ്രായം കഴിഞ്ഞിട്ടുള്ള കളി. അതിന്റെ സ്വഭാവം എന്താ? അത് ഹറാമാണ്. അപ്പൊ ഉസ്താദ് വ്യായാമത്തിന് അങ്ങനെ കളി ഇസ്ലാം പറഞ്ഞിട്ടില്ല. അങ്ങനെ കളി ഇസ്ലാം പറഞ്ഞിട്ടില്ല. വ്യായാമം വേണം നിനക്ക്. നിന്റെ വീട്ടിൽ നിന്ന് രാവിലെ തസ്ബീഹ് എടുത്ത് അല്ലെങ്കിൽ കൈ തസ്ബീഹ് ആക്കിയിട്ട് സുബ്ഹാനല്ലാഹി ബിഹംദി എന്ന് പറഞ്ഞ് ചെല്ലി പള്ളിക്കങ്ങ് നടന്നു. അത് ശരിയാവില്ല, അത് വ്യായാമാവില്ല. വ്യായാമാണെങ്കിൽ എന്ത് വേണോ? കുറച്ച് കാശൊക്കെ കൊടുത്ത് കുറച്ച് ആളുകളൊക്കെ കണ്ട രൂപത്തിൽ അവരത്തൊക്കെ വെളിവാക്കി നിസ്കാരമൊക്കെ മുടക്കി ഒക്കെ ധിക്കരിച്ച് ഒരു കളി കളിച്ചണം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഷത്റഞ്ച് കളി എന്താണ് അതിന്റെ വിധി? കറാഹത്ത. ഇപ്പൊ പറയും പോതും അതീത് കുല്ലു ലാബിൻ ഹറാമില്ല ഷത്റഞ്ച് പോതും. കറാഹത്താണ്. കറാഹത്ത് എന്ന് പറഞ്ഞത് എപ്പോഴാ? ചില നിബന്ധനകൾക്ക് അധീനമായിട്ട്. ആ നിബന്ധനകൾ ലംഘിച്ചാൽ കറാഹത്തിന്റെ പരിധിയിൽ നിന്ന് വിട്ടത് ഹറാമാകും. ഉദാഹരണം പറയാ, ഒരു നിസ്കാരം ഉപേക്ഷിക്കൽ വന്നു, ഒരു ഗീബത്ത് പറയൽ വന്നു, ഒരു തോന്യാസം വിളിക്കൽ വന്നു, ഒരടികൂടൽ വന്നു, ഔറത്ത് വെളിവാക്കൽ വന്നു, ബാപ്പാനുമ്മാനെ ധിക്കരിക്കൽ വന്നു, അനുസരണക്കേട് വന്നു തുടങ്ങി ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വന്നാൽ അതിന്റെ അവസ്ഥ മാറി. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ ആ ഒരു രൂപഭാവത്തിന് വേണ്ടിയാണോ 500 300 മാസത്തിൽ കയറ്റുന്നത്? നമ്മൾ ആലോചിക്കണത് ഏത് വകുപ്പിലാ പെടുത്തുക? ഇപ്പൊ ഈ കയറ്റുന്നതൊക്കെ ഏത് വകുപ്പിലാ കെടുത്തുക? കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് അറിയിക്കാനുണ്ട്. മാഷാ അല്ലാഹ്, ബഹുമാനപ്പെട്ട കുമ്മോളി ഉസ്താദ് വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അപ്പോ ആ രൂപത്തിൽ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി നസ്വീഹത്ത് കേൾക്കാൻ, ക്ലാസ് കേൾക്കാൻ, അതുപോലെ തന്നെ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി കൊടുക്കാൻ, ബിസിനസ് രംഗങ്ങളിൽ നോക്കാൻ, അങ്ങനെയൊക്കെ ഇവിടെ ആൾക്കാർക്ക് ആവശ്യമുണ്ട്.
അവിടെ ഉണ്ടാവും ബിസിനസ്, ഇവിടുന്ന് കാണേണ്ടി വരും, നോക്കേണ്ടി വരും, ആരൊക്കെ വന്നു, ഏതൊക്കെ ടൈമിൽ വന്നു, എത്ര വരുമാനം കിട്ടി, അതൊക്കെ നോക്കൽ ആവശ്യമാണ്, അല്ലെ അത് അയാളെ പണിയല്ലേ. അങ്ങനെ തുടങ്ങി ഒരുപാട് ആവശ്യങ്ങളുണ്ട്, അതിനുവേണ്ടിയൊക്കെ ഉപയോഗപ്പെടുത്താം. അതേ സമയത്ത് നമ്മൾ ആലോചിക്കണം, 2, 3, 4, 5 മണിക്കൂർ സമയം രാവും പകലും ഏതെങ്കിലും അനാവശ്യമായ അവിഹിതമായ മേഖലകളിലേക്ക് ശ്രദ്ധ തിരിച്ച് കേൾക്കാനോ കാണാനോ നമ്മൾ ശ്രദ്ധിക്കണം. ആ കൊടുക്കുന്ന തബ്ദീറാണ്, ദുർവ്യയമാണ്, ധൂർത്താണ്. എന്തായിരുന്നു പഴയകാലത്തെ മക്കക്കാരുടെ സ്വഭാവം? ഒരുപാട് കവർന്നെടുത്ത് കൊള്ളയടിച്ചിട്ട് അവർ സമ്പത്ത് ഒരുമിച്ച് കൂട്ടും. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, സുമ്മകാനു യുൻഫിഖൂനഹാ ഫീ ത്വലബിൽ ഖുയലാഇ വത്തഫാഖുർ. പിന്നത് പെരുമക്ക് വേണ്ടി, പ്രൗഢിക്ക് വേണ്ടി, അഹങ്കാരത്തിന് വേണ്ടി നന്നായി ചെലവഴിക്കും. മുശ്രിക്കുകൾക്കൊരു സ്വഭാവമുണ്ടായിരുന്നു, വിശുദ്ധ ഇസ്ലാമിൽ നിന്ന് ആളുകളെ പിന്തിരിപ്പിക്കാൻ ഇഷ്ടം പോലെ കാശ് കൊടുക്കുന്ന ഒരു സ്വഭാവം. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, അതും ദൂർത്ത് തന്നെയാണ്. നന്മയിലേക്ക് പോകുന്നത് മുടക്കാൻ വേണ്ടി കൊടുക്കുന്ന കാശ്, അവർക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. യുൻഫിഖൂന അംവാലഹും ലിയസുദ്ദുന്നാസ അനിൽ ഇസ്ലാം, ഇസ്ലാമിൽ നിന്ന് ആളുകളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി, അങ്ങനെ പല കുടുംബങ്ങളെയും തെറ്റിക്കാൻ വേണ്ടി, ഇസ്ലാമിന്റെ ശത്രുക്കളെ സഹായിക്കാൻ വേണ്ടി ഇങ്ങനെ സമ്പത്ത് ദൂർത്തടിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. ഫനസലത്ത് ഹാദിഹിൽ ആയത്തു, അപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത്. അവർ ചെയ്യുന്ന പണി വളരെ മോശപ്പെട്ട പണിയാണെന്ന് ഓർമ്മപ്പെടുത്താൻ. അപ്പൊ ഇസ്ലാമിൽ നിന്ന് തെറ്റിപ്പോകുന്ന അവിഹിതമായ ഏതെങ്കിലും മേഖലകളിലേക്ക് സമ്പത്ത് പോകുന്നുണ്ടെങ്കിൽ അവിടെ സൂക്ഷിക്കണം. ആവശ്യത്തിലപ്പുറമുള്ളത് ഈ വിഷയത്തിൽപ്പെട്ടതാണ്. നിങ്ങൾ നോക്കി, ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു തന്റെ സവാജിറിൽ മഹാനവറുകൾ എണ്ണുന്നു 211ാമത്തെ കാര്യം, കബീറത്തായിട്ട് വൻകുറ്റമായിട്ട് എണ്ണി പറയുന്നതിൽ അൽ ബിനാഉ ഫൗഖൽ ഹാജതി ലിൽ ഖുയലാ. ശരിക്കും ശ്രദ്ധിച്ചോളി. ഇപ്പത്തെ കാലത്ത് ഉസ്താമാരൊന്നും പറയില്ല എന്നൊരു പരാതി കണ്ട ആൾക്കാർക്ക് ഇപ്പത്തെ കാലത്തും പറയും. പറയാൻ ഊക്കും കാര്യങ്ങളിലോ ഇപ്പത്തെ കാലത്തും പറയണം. എന്താ പറഞ്ഞിന്? ആവശ്യത്തിലപ്പുറമുള്ള വീട് നിർമ്മാണം. കെട്ടിടല്ല, ബിൽഡിങ്ങുകൾക്ക് ഷോപ്പിംഗ് കോംപ്ലക്സ് ഒക്കെ എടുക്കും. അതിന് ചിലപ്പോൾ നിലകളൊക്കെ കുറേ വേണ്ടി വരും. അത് കുറേ കച്ചവടക്കാരുണ്ടാവും, വിത്ത് ബിസിനസ്സുകളുണ്ടാവും. അത് 4, 5, 8, 10 നിലക്ക് ഉണ്ടാവും. ഇത് താമസിക്കുന്ന വീട്. അല്ലിൽ ഖുയലായി, ആവശ്യത്തിന് എടുക്കണം. ഇതാകെ 2 ആൾക്കാരേ ഉള്ളൂ, 2 ആൾക്കാർക്ക് 10 ആളെ വീട്. എന്തിനാണ്? ആ വീട്ടിൽ 2 മെമ്പർമാരേ ഉള്ളൂ. ആരാത്? ഭാര്യയും ഭർത്താവും. എത്ര ആക്കുള്ള ഉണ്ടാക്കിയത്? 10 ആക്കുള്ള. ആ കുടുംബങ്ങളൊക്കെ ഇടക്കിടക്കിനെ വന്ന് താമസിക്കുന്ന വീട് അവർക്ക് സൗകര്യത്തിനാ. അങ്ങനെ ആരുല്ലേനു. പിന്നെന്തിനാണ് ഇത്രയും വലിയ സൗകര്യം? പാകത്തിന് അവർക്കൊക്കെ വന്ന് നിൽക്കാൻ പറ്റിയ രൂപത്തിലും ഭാവത്തിലും പോരെ. നിങ്ങൾ നോക്കി, ഇവിടെ കൊണ്ടുവരുന്നൊരു ഹദീസ് കാണാം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന്റെ കൂടെ ഒരു അസറിന്റെ നേരത്ത് തങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു സ്വഹാബിന്റെ വീടിന്റെ മേലെ നല്ല ഒരു കുബ്ബ കണ്ടു. ഞാൻ ഭംഗിയിലൊരു കുബ്ബ, നല്ല സൗന്ദര്യമുള്ളൊരു കുബ്ബ. തങ്ങൾ ചോദിച്ചു, ഇതെന്താ കുബ്ബ, ഇതാര വീടാണെന്ന് ചോദിച്ചു. അപ്പൊ സ്വഹാബത്ത് ആളെ പേര് പറഞ്ഞു കൊടുത്തു. മുപ്പര വീടാണ്, മുപ്പര വീടിന്റെ മേലുള്ള കുബ്ബയാണ്. ഒന്നും മിണ്ടിയില്ല, തങ്ങളൊന്നും മിണ്ടിയില്ല. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞ് ആ വീട്ടിന്റെ ഉടമസ്ഥൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് വന്ന് സലാം ചൊല്ലി. ഫഅറളൻഹു, സലാം മടക്കാതെ മുഖം തിരിച്ചു. സലാം മടക്കാതെ മുഖം തിരിച്ചു. പല പ്രാവശ്യം ആ സ്വഹാബി ഇങ്ങനെ ചെയ്തു. തങ്ങൾ സലാം മടക്കാതെ മുഖം തിരിക്കുന്നു, മുഖം കൊടുക്കുന്നില്ല. തങ്ങളെ മുഖത്ത് കൊലബ് കണ്ടപ്പോൾ അവിടുന്ന് പുറത്തിറങ്ങി അവിടെയുള്ള കൂട്ടുകാരോട് പറഞ്ഞു, ഞാൻ സലാം പറഞ്ഞിട്ട് മടക്കുന്നില്ല, എന്താ സംഭവം? അവര് പറഞ്ഞു, മറ്റൊന്നുമല്ല, ഞങ്ങളിങ്ങനെ പുറത്തിറങ്ങി നടക്കുന്ന നേരത്ത് നിങ്ങളെ വീടിന്റെ മേലെയുള്ള കുബ്ബ കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെപ്പറ്റി പറഞ്ഞു, വീട്ടിനെന്തിനാണ് കുബ്ബ? പള്ളിക്ക് കുബ്ബയുണ്ടാകാറുണ്ട്, മഖ്ബറക്ക് കുബ്ബയുണ്ടാകാറുണ്ട്, ബഹുമാനമാണ്. ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ മഖ്ബറയിൽ പോയി നോക്കൂ, കാണാം. നമുക്ക് കൈറോവിൽ കാണാം, വലിയ കുബ്ബയുണ്ട്, ഇപ്പോഴുമുണ്ട്. ധാരാളം മഹാന്മാരെ ഖബറുകൾക്ക് മേലെ അങ്ങനെ കുബ്ബയുണ്ടായിട്ടുണ്ട്. കുബ്ബ, ഈ കുബ്ബന്റെ സ്ഥാനത്ത് ഞാനൊന്ന് പറയട്ടെ, 4 ഭാഗത്തും സിറ്റൗട്ട്. ഉള്ളിലെ സിറ്റൗട്ടൊന്നും പോരാ, പുറത്ത്. എന്നിട്ട് ആരും ഉപയോഗിക്കാതെ പൊടി പിടിച്ചങ്ങനെ കിടക്കുകയാണ്. ഇതിനൊക്കെ ചിലവാക്കിയത്. ഇപ്പൊ അടുത്തൊരു വീട്ടിൽ പോയി രാത്രി തന്നെ താമസിക്കാൻ, ആ വീടാണ് സൗകര്യം ഒക്കെ പറഞ്ഞപ്പോൾ രാത്രി ഇവിടെ താമസിക്കണ്ടെന്ന് പറഞ്ഞു. പരിപാടിക്ക് പോയതൊരു സ്ഥലത്ത്. സുബ്ഹാനല്ലാഹ്, ആരാണ് ആ വീട്ടിൽ അംഗങ്ങളുള്ളത്?
ഒരു 15 ആൾക്ക് നമുക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. 4 ഭാഗത്തും സിറ്റ് ഔട്ടുകൾ. ഞാൻ ചോദിച്ചത് എന്തിനാ? ഒരു ഭാഗത്താണെങ്കിൽ ഒന്ന് ഇരുന്ന് എന്തെങ്കിലുമൊക്കെ വാട്ടുന്നത്, 4 ഭാഗത്തും എന്തിനാ ഇത്ര രൂപത്തിൽ? അതങ്ങനെ ഉണ്ടാക്കിയപ്പോൾ അങ്ങ് ഉണ്ടായിപ്പോയതാണ്. പിന്നെ അങ്ങനെയല്ലേ പറയാൻ മാർഗമുള്ളൂ. ഈ കുബ്ബയെ പറ്റി പറഞ്ഞപ്പോ ആ സ്വഹാബി ഉടനെ പുറപ്പെട്ടു വീട്ടിലേക്ക്. ഫഹദമഹാ, കുബ്ബയങ്ങ് തകർത്ത് കളഞ്ഞു, കുബ്ബ പൊളിച്ചു മാറ്റി. എന്നിട്ട് വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നു, തങ്ങളോട് സലാം പറഞ്ഞു, കുബ്ബ പൊളിച്ച വിവരവും പറഞ്ഞു. തങ്ങൾ സലാം മടക്കി. അപ്പൊ തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, അമാ ഇന്ന കുല്ല ബിനാഇൻ വബാലുൻ അലാ സ്വാഹിബിഹി ഇല്ലാ മാലാ. ഏത് കെട്ടിടങ്ങളും ഏത് വീടുകളും ഓരോ ഉടമസ്ഥനും അത് പ്രതികൂലമായി മാറും. ഇല്ലാ മാലാ, അനിവാര്യമായതൊഴികെ. അനിവാര്യമായത് വേണം, ആവശ്യമുള്ളതൊക്കെ വേണം, അത് നിർമ്മിക്കണം. 8 അംഗങ്ങളുണ്ടൊരു വീട്ടില്, അതിന് സാധാ ചെറിയ വീട് പോരാ, അതിനുള്ള സൗകര്യങ്ങൾ സംവിധാനങ്ങൾ വേണം. അതേ കുട്ടികൾ തമ്മീസ് എത്തിയിട്ടുണ്ട്, ഓരോരുത്തർക്കും പഠിക്കാനും താമസിക്കാനുള്ള സൗകര്യങ്ങൾ വേണം. അതേ സമയത്ത് സഹോദരങ്ങളെ 3 ആളുള്ളൂ, വീട് 15-20 ആൾക്ക് താമസിക്കാനുള്ള വീടാണ്. അത്ര വലിയ വീട് വേണോ? നമ്മൾ ആലോചിക്കണം. ആ വീടിന്റെ മുറ്റവും ആ വീടിന്റെ മതിലും ഒരു പാകത്തിന് പാകപ്പെടുത്തണം, കെട്ടി ഭദ്രമാക്കണം. ആ മതിലിന്റെ മേലെ മാർബിൾ ഇടേണ്ട ആവശ്യമുണ്ടോ? ആ മതില് മൊത്തം ടൈൽസ് ഒട്ടിച്ച് അപ്പുറം ഇപ്പുറം വൃത്തിയാക്കേണ്ട ആവശ്യമുണ്ടോ? ഈ ടൈലിന്റെ മേലെ ആർക്കും ഇരിക്കാനല്ല, കാക്ക വന്നിരുന്ന് കാഷ്ടിക്കാനാണ്. അതൊരു പാകപ്പെടുത്തിയാൽ മതി. വേണമെങ്കിൽ ഭദ്രമായിട്ട് വേറെന്തെങ്കിലുമൊക്കെ ആ രൂപത്തിലുള്ളത് ഒട്ടിച്ചാൽ മതി. ആ ടൈല് സാധാരണ വീട്ടിന്റെ ഉള്ളിലും മറ്റൊക്കെ പതിക്കുന്നതാണ്. ഇതേ രൂപത്തിലുള്ള തസീന്, അലങ്കാരങ്ങൾ, കാര്യങ്ങളൊക്കെ ഹലാലാണ്. പക്ഷേ നമ്മുടെ കൂലിയില്ലാത്തൊരു ഭാഗത്തേക്ക് അത് പോയിക്കൊണ്ടിരിക്കുന്നു. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു, അങ്ങനെ ഹലാലായ ധാരാളം മേഖലകളിലേക്ക് പോകുന്നുണ്ട്, പലതും ആവശ്യമില്ലാത്തതാണ്. അപ്പൊ ഈ തബ്ദീർ, ദുർവ്യയം ചെയ്യൽ എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ വരും. സമ്പത്ത് ദുരുപയോഗം ചെയ്യരുത്. ദുരുപയോഗം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നേട്ടവും ഇല്ലാതെ സമ്പത്ത് അങ്ങ് നഷ്ടപ്പെടുത്തുക. ഉദാഹരണം പറയാം, ഒരു കൊല്ലമായി ധരിക്കുന്ന വസ്ത്രം, ആ വസ്ത്രം അങ്ങോട്ട് കരിച്ചു കളയാം. എന്തിന്? പുതിയത് വാങ്ങാൻ. അല്ലെങ്കിൽ അത് എങ്ങനെങ്കിലും ഒന്ന് കീറുമ്പോൾ കീറി എന്ന് പറയാമല്ലെന്നാ പിന്നെ വേറെ കിട്ടുമല്ലോ. ചെരുപ്പ് എങ്ങനെങ്കിലും ഒന്ന് പൊട്ടിക്കുമ്പോഴല്ലേ അടുത്ത ചെരുപ്പ് പൊട്ടി എന്ന് പറഞ്ഞ് വാങ്ങാൻ പറ്റുള്ളൂ. പൊട്ടാറുണ്ട് സാധാരണ. ഇത് പൊട്ടിക്കലാണ്, പൊട്ടാനായിട്ടില്ല, പക്ഷെ പൊട്ടിച്ചെങ്കിലേ പുതിയ മോഡൽ വാങ്ങാൻ പറ്റൂ. ഇത് ദുരുപയോഗം ചെയ്യലാണ്. ഇതേ രൂപത്തിലാണ് വഫീ മാനാഹു സർഫുൽ മാലി ഇലൻ നായിഹതി വൽ മുത്രിബി, സംഗീതോപകരണങ്ങളിലേക്ക്, അത് വാങ്ങുന്നതിലേക്ക് സമ്പത്ത് ചെലവഴിക്കൽ. വഫീ അൻവാഇൽ ഫസാദ്, മറ്റു ഫസാദിന്റെ മേഖലകളിലേക്കും കുഴപ്പത്തിന്റെ മേഖലകളിലേക്കും. ലിഅന്നഹാ ഫവായിദു മുഹറമ, അതൊക്കെ നിഷിദ്ധമാക്കപ്പെട്ട ഫായിദകളാണ്. ദുരുപയോഗം ചെയ്യുന്ന പണിയെ പറയുന്നത് സമ്പത്ത് ആവശ്യമില്ലാത്ത മേഖലകളിലേക്ക് ചെലവഴിക്കുക. വഹദുമുൽ ബിനാഇ മിൻ ഗൈരി ഗറളിൻ, ആവശ്യമില്ലാതെ വീട് പൊളിച്ചു കളയുക. എന്താന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, മോഡൽ മാറിയിട്ടുണ്ട്. ആവശ്യ മോഡൽ മാറിയെന്ന്. ചോർന്ന് വലിക്കുന്നുണ്ട് അല്ലേ? പൊട്ടിയിട്ടുണ്ട്. എന്റെ താഴെ താമസിക്കുന്ന ആൾക്കാർക്ക് പേടിയാണ്, ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട് പല ഭാഗവും. മാറ്റണം. ചില ഭാഗത്തൊക്കെ ആകെ കംപ്ലൈന്റ് ആയിട്ടുണ്ട്, വയറൊക്കെ ഷോർട്ടായി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എപ്പോഴും ഈ കംപ്ലൈന്റ് ആണ്, മാറ്റേണ്ടി വരും. ഇപ്പൊ എന്തിനാ മാറ്റുന്നത്? ഒന്ന് മോഡൽ മാറി. ഇത് 2016 മോഡലാണ്, ഇപ്പൊ 2022 അല്ലേ? ഇത്ര പാക്കുണ്ട്. ആവശ്യമില്ലാതെ തകർത്തുകൾ. ആളുകൾ വർദ്ധിച്ചു, അപ്പൊ ആവശ്യമുണ്ട്, മാറ്റേണ്ടി വരും. ആവശ്യമില്ലാത്ത തകർത്തുകൾ പൊളിച്ചു കളയാ, ഒരാവശ്യമില്ലാതെ. ആവശ്യത്തിന് വേണ്ടിയെങ്കിലും ഒക്കെ കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ ദുരുപയോഗത്തിന്റെ മേഖലയിലാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു എണ്ണിയത്. നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം, ആലോചിക്കണം. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ, ഇങ്ങനെ ദുർവ്യയം ചെയ്യുന്ന ആളുകൾ അവർ പിശാചിന്റെ കൂട്ടാളികളാണ്, സഹോദരങ്ങളാണ് എന്ന് വിഷയം പറഞ്ഞിടത്ത് മഹാന്മാരായ പണ്ഡിതന്മാർ അനുവദനീയമല്ലാത്ത മേഖലയിൽ സമ്പത്ത് ചെലവഴിക്കുന്ന വിഷയങ്ങൾ പറഞ്ഞപ്പോ
ഇമാം അബൂ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വയുബദ്ദിറൂന അംവാലഹും ഫിസ്സുംഅഹ്, പ്രസിദ്ധിക്ക് വേണ്ടി സമ്പത്ത് ദുർവ്യയം ചെയ്യുക. വസായിരി മാ ലാ ഖൈറ ഫീഹി, നന്മയില്ലാത്ത പല വിഷയങ്ങളിലും. മിനൽ മലാഹി, വിനോദോപകരണങ്ങള്, അതുപോലെ പവറിനും പത്രാസിനും വേണ്ടിയുള്ള ഉപകരണങ്ങൾ ധാരാളം വാരിക്കൂട്ടുന്നതിന് വാങ്ങിക്കൂട്ടുന്നതിന് യാതൊരു പ്രശ്നവുമില്ലാത്ത രൂപത്തിൽ വേറെ ഏതെങ്കിലും വിഷയങ്ങൾ പറഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് ദഹിക്കാത്തൊരു വിഷയമായിരിക്കും ഇത്. ഒരു കല്യാണത്തിന്റെ തലേന്നും പിറ്റേന്നുമായുള്ള ചെലവുകളിൽ അനാവശ്യമായ ഒരു ചെലവും ഉണ്ടായേക്കരുത്. നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. ഇപ്പൊ നിങ്ങൾ നോക്ക്, ചില സ്ഥലങ്ങളിലൊക്കെ നിക്കാഹിന് വേണ്ടി ഒരു സ്റ്റേജ് കെട്ടും, കുഴപ്പമൊന്നുമില്ലതിന്. പക്ഷേ ആ സ്റ്റേജ് അനാവശ്യമായ മറ്റു പല പരിപാടികൾക്കും വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു. അത് നിഷിദ്ധമാണ്. എന്തിനൊക്കെ ഉപയോഗപ്പെടുത്തുന്നു? നമ്മൾ നോക്കിക്കണ്ടതല്ല, പലരും പറയുന്നു. ഇങ്ങനത്തെ പല അവസ്ഥകളുണ്ട്. ആ പെൺകുട്ടിയും ആ പെൺകുട്ടിയുടെ കൂടെ പഠിച്ചവർ, അവർക്കൊക്കെ ഈ കുട്ടിയുടെ കൂടെ വന്നിരിക്കാനാണ്, എന്നിട്ടൊക്കെ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യാണ്. നഊദു ബില്ലാഹ്, എത്ര കടുത്ത ഹറാമാണത്. സ്കൂളിൽ പഠിച്ച കുട്ടികൾ 10 മുതൽ അങ്ങ് വരുന്നു, ഡിഗ്രി തലങ്ങളിൽ ലാസ്റ്റ് വരെ 5-6 വർഷത്തെ കുട്ടികളൊന്നായിട്ട് അവർക്ക് ഈ കുട്ടിയെ കാണലും ഒരുമിച്ചിരിക്കലും കൈപിടിക്കലും ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യലും ഹറാമല്ലേ? കടുത്ത ഹറാമാണ്, പച്ചയായ ഹറാമാണ്. അതിനല്ലേ കുറെ കാശുകൾ അവിടെ ചെലവഴിക്കുന്നത്. നഊദു ബില്ലാഹ്, അനുവദിച്ചുകൂടാ. ആവശ്യങ്ങൾക്ക് വേണ്ടി, തെളിവുകൾക്ക് വേണ്ടി, സൂക്ഷിക്കാൻ വേണ്ടി, ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു പക്ഷേ എടുത്തു വെച്ചേക്കും. നിരന്തരമായിട്ട് എത്ര രൂപ അതിന് ചെലവായി? 45,000 രൂപ. അതൊന്നായിട്ട് ഒരു ചിപ്പ് ലെവലാക്കി വരാൻ 2 ദിവസത്തെ പ്രോഗ്രാം 45,000 രൂപ ചെലവിനാണ്. ഈ ചെലവ് ഏത് രൂപത്തിലാണ് ഉൾപ്പെടുത്തുക? സഹോദരങ്ങളെ ഒന്ന് ആലോചിക്കണം. ആ വീട്ടിന്റെ മുഴുവൻ ഭാഗങ്ങളിലും കറങ്ങാൻ ഇദ്ദേഹത്തിന് പെർമിറ്റാണ്. ആരാണ് ഈ പെർമിഷൻ നൽകിയത്? ഈ കാണുന്ന ഈ മനുഷ്യൻ, ഈ ഫോട്ടോഗ്രാഫർ, ആ വീട്ടിലുള്ള മുഴുവൻ പെണ്ണുങ്ങൾക്കും മെഹറമാണോ? എല്ലാ ഭാഗത്തും കറങ്ങാൻ പെർമിറ്റുള്ള ആളാണോ? അന്നല്ല ഉസ്താദേ, കല്യാണത്തിനല്ലേ, അന്നൊരു ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. ആര് പറഞ്ഞു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്? ഒരു സൽക്കാരത്തിന് വന്ന ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരിയുടെ മകളെ തലയില് കട്ടി കുറഞ്ഞ തട്ടം കണ്ടപ്പോഴേക്ക് ആയിഷ റളിയല്ലാഹു അൻഹ വലിച്ചത് കീറിയിട്ടുണ്ട്. പകരം കട്ടിയുള്ള മുഖമക്കനെ ധരിപ്പിച്ചിട്ടുണ്ട്. അതാണ് മുസ്ലിം ഉമ്മമാരെ, നമ്മുടെ ഉമ്മമാർ. അവരനുവദിച്ചിട്ടില്ല, സൽക്കാരത്തിന് വന്നതല്ലേ. ഇന്നിങ്ങനൊക്കെ ആയിക്കോട്ടെ എന്ന് അനുവദിച്ചോ? ഇല്ല, അനുവദിച്ചിട്ടില്ല. ലാഘവത്തോടെ കണ്ടിട്ടില്ല. എന്നിട്ട് സഹോദരങ്ങളെ, എന്തെല്ലാം സ്വഭാവങ്ങൾ, ഏതെല്ലാം. പിന്നെ ആ കല്യാണ മാമ്പാങ്കം അറിയിക്കുന്നതിന് വേണ്ടി ആ കൂട്ടുകാരായ ആളുകളെ മൊത്തം വിളിച്ച് എന്തെല്ലാമോ പൊടികളും മറ്റൊക്കെ അവിടെ വിതറുകയാണ്. രൂപക്കോലങ്ങൾ മൊത്തം മാറ്റുകയാണ്. എന്നിട്ട് അവരെ രൂപങ്ങളിലൊക്കെ, അവരെ തലകളിലും അവരെ മുഖങ്ങളിലൊക്കെ എന്തെല്ലാമോ പൂശിയിട്ട് അതിനും കാശ് ചെലവാക്കിയിട്ടുണ്ട്. ഏതെല്ലാമോ കളികളാണ് അവിടെ കളിക്കുന്നത്. ഈ പുതുമാരനും പുതുനാരിയും അതിൽ പങ്കെടുക്കുകയാണ്. അവൾ നല്ല പുതുകാരിയാകണമെങ്കിൽ ഒന്നാടിപ്പാടണം. നഊദു ബില്ലാഹ്, ഇവരെ കൂടെ നൃത്തം ചെയ്യണമല്ലോ, ഹറാമല്ലേ? അതിന്റെ പിന്നാലെ തന്നെ തലേന്നും പിറ്റേന്നുമായി പൊട്ടിക്കുന്നത് എത്രയാണ്? ഭക്ഷണം കൊടുക്കാൻ, പിന്നെ ഭക്ഷണം കൊടുക്കാന്ന് പറയാൻ പറ്റും. ഇതാ പടക്കം പൊട്ടിക്കുന്നതുകൊണ്ട് എത്ര രോഗികൾ ഇടങ്ങേറാകുന്നു, എത്ര കുട്ടികളെ ഉറക്കം നഷ്ടപ്പെടുന്നു. പ്രായമുള്ള എത്രയോ ആൾക്കാർ മരുന്നൊക്കെ കഴിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് നേരത്തെ അവർ കടന്നു തുടങ്ങി, ഞെട്ടി ഉണരാണ് അവര്. എന്തൊരു സ്ഫോടനം കേട്ടല്ലോ, എന്തൊരു ഒച്ച. എന്താ വെച്ചാ ഉറക്കം കെട്ടിയതാരാ? വിറക്കാണ്ട് കട്ടി, ചിലർ കട്ടിൽ വന്ന് വീണു പോകാൻ താഴത്തേക്ക്. ആ രൂപത്തില് എന്തെല്ലാം കൊട്ടും കൊരവകളും, അതിന്റെ പുറമെ വേറെ അനാവശ്യങ്ങൾ. പാട്ട് പാടാനായിട്ട് അനാവശ്യ സംഗീതങ്ങൾക്കായിട്ട് ഒരു സംഗീത നിശ തന്നെ കല്യാണത്തിന്റെ തലേ. മധുഹുകളും മഹബത്തുകളാണെങ്കിൽ ഇസ്ലാം അനുവദിച്ചതാണ്, അതിന് തെറ്റില്ല. പക്ഷെ ആ രൂപഭാവങ്ങൾ ഒന്ന് കഴിഞ്ഞ് മറ്റൊന്നിലേക്ക് അപ്പോൾ തന്നെ പ്രവേശിക്കുന്നത് ശരിക്കും സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. ആ മൈക്ക് അവിടെ നിയന്ത്രിക്കപ്പെടേണ്ട അവസ്ഥയിലാണ്. നിയന്ത്രണം മാറാൻ പാടില്ല, നല്ല നിയന്ത്രണം വേണം അവിടെ. ഈ പുതിയാപ്പിള, കല്യാണത്തിന് പോകുന്ന പുതിയാപ്പിള, അയാൾക്ക് അണിയാൻ വേണ്ടി ഉടുക്കുന്ന ഡ്രസ്സ് പൂർണ്ണമായും ഇസ്ലാമിന്റെ വേഷത്തിലാകണം. പുതിയ പെണ്ണിനും
അവിടെയും സമ്പത്ത് ദുരുപയോഗം ചെയ്യരുത്. ഒരിക്കലും സഹോദരങ്ങളെ ആ പുതിയ ആപ്പിളക്ക് വേണ്ടി 50 രൂപയോ 100 രൂപയോ കാശ് കൊടുത്ത് മൈലാഞ്ചി വാങ്ങരുത്. പുതിയ ആപ്പിൾ എങ്ങനെയാ മൈലാഞ്ചിന്റെ കയ്യിനോ? അത് ഹറാമല്ലേ? അത് ഇസ്ലാം അനുവദിച്ചിട്ടുണ്ടോ? അതിന് കാശ് കൊടുക്കാൻ പറ്റുമോ? തുടങ്ങി ധാരാളം രൂപഭാവങ്ങളുണ്ട്. എല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട്, സൂക്ഷിക്കേണ്ടതുണ്ട്. ഒന്നും രണ്ടുമല്ല, ധാരാളം അവസ്ഥകളുണ്ട്. നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തും കല്യാണം നടന്നിട്ടുണ്ട്. ജാഹിലിയ കാലഘട്ടത്തിലെ കല്യാണത്തിന്റെ അവസ്ഥയിലേക്ക് മുസ്ലിം സമൂഹത്തിന്റെ കല്യാണം മാറിപ്പോകുന്നു എന്ന് നമ്മൾ സംശയിക്കുന്നു, ചിന്തിക്കുന്നു. ആ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്. സൽക്കാരത്തിനും കല്യാണത്തിനും ആണിനും പെണ്ണിനും വാതിന് വരുന്നിടത്ത് മാത്രമല്ല മറയും അതിർത്തിയുമുള്ളത്. അവിടെ ഏതാ ചില ആളുകൾ മറകളൊക്കെ അയക്കുന്നു. ഇനി ഒന്നായിട്ടങ്ങ് എല്ലാവരും മുഷക്കലായി ഭക്ഷണം കഴിച്ചോട്ടെ, സൽക്കാരത്തിൽ നിന്നോട്ടെ, അതൊരു പ്രശ്നമല്ലൊക്കെ നമുക്ക് പരിചയമുള്ള ആളുകളല്ലേ. എങ്ങനെയാണ് സഹോദരങ്ങളെ ഇത് അനുവദിക്കുക? ഏതെങ്കിലും ആളുകൾ ഒരു ഇഖ്ലാസുള്ള ആള് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ പകുതിയാക്കി കൈ കഴുകി ആള് പോകും. നിങ്ങൾ കണ്ടില്ലേ ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മഹാനവറുകളെ സദ്യക്ക് പോയി. സദ്യക്ക് പോയ വീട്ടില് ജീവനുള്ള ജീവിയുടെ രൂപം കണ്ടു. ഭക്ഷണം കഴിക്കാതെ ഇറങ്ങി നടന്നു. ഭക്ഷണം വേണ്ട. ആളുകൾ എത്ര വന്ന് വിളിച്ചിട്ടും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പോയില്ല. എന്തേ കാരണം? അത് ശറഅ് അനുവദിക്കാത്ത വിഷയമാണ്. ഇതേ രൂപത്തില് ശറഅ് അനുവദിക്കാത്ത, മതം അനുവദിക്കാത്ത ഒരൊറ്റ ഏർപ്പാടിനും ഉമ്മമാരെ നിങ്ങൾക്ക് നല്ല നിയന്ത്രണ ബോധം വേണം. അവിടെ അനുവാദം കൊടുക്കരുത്, ആർക്കും അതിന് അംഗീകാരം കൊടുക്കരുത്. മഹാന്മാരായ പണ്ഡിതന്മാർ ശറഇന് വിരുദ്ധമായി ചെയ്യുന്ന കാര്യങ്ങളിൽ വല്ലാത്ത ദേഷ്യങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. സമ്പത്ത് ദുരുപയോഗം ചെയ്തതിൽ അവര് വല്ലാതെ കാർക്കശ്യത്തോടെ ചോദിച്ചിട്ടുണ്ട്, പ്രതികരിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട ഹാത്തിമുൽ അസ്വം റളിയല്ലാഹു അൻഹു മഹാനവർകൾ റിയ്യ എന്ന പ്രദേശത്തേക്ക് പ്രവേശിച്ചു. കൂടെ 300 ചില്ലറ ആളുകളുണ്ട്. ഹജ്ജ് ഉദ്ദേശിച്ചു കൊണ്ട് പോവുകയാണ്. അങ്ങനെ പോയി കുറെ യാത്ര ചെയ്തപ്പോൾ അവരെ കൂടെ കാര്യമായിട്ട് ഭക്ഷ്യവസ്തുക്കളൊന്നും കരുതിയിട്ടില്ല. അവരങ്ങനെ എത്തിയൊരു സ്ഥലത്തെത്തിയപ്പോൾ അവിടെ വലിയൊരു കച്ചവടക്കാരനുണ്ട്. ആ കച്ചവടക്കാരൻ ഇവരെ സൽക്കരിച്ചു. സൽക്കാരത്തിൽ അവർ പങ്കെടുത്തു. ഹജ്ജിന് പോകുന്ന ഹാജിമാരല്ലേ, നിങ്ങൾക്ക് ഇന്ന് എന്റെ വക ഭക്ഷണം തരാം. അന്ന് രാത്രി അവിടെ കഴിച്ചുകൂടി. നേരെ പിറ്റേന്നായപ്പോ ഈ കച്ചവടക്കാരൻ പറഞ്ഞു ഹാത്തിമുൽ അസ്വം റളിയല്ലാഹു അൻഹുവിനോട്, നിങ്ങൾക്ക് വല്ല ആവശ്യമുണ്ടോ? എനിക്ക് കാര്യമായിട്ട് ആവശ്യമൊന്നുമില്ല, എന്നാ നിങ്ങൾ ഇവിടെ നിൽക്കണം, ഞാനിപ്പോൾ വരാം. ഈ നാട്ടിൽ വലിയൊരു ഫഖീഹുണ്ട്, വലിയൊരു പണ്ഡിതനുണ്ട്, രോഗിയായി കിടക്കുകയാണ്, ഞാനൊന്ന് സന്ദർശിച്ചു വരാം. ഹാത്തിമുൽ അസ്വം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു ഫഖീഹിന്റെ രോഗം കാണാൻ പോകല്ലേ, ഞാനും കൂടെ വരാം. നല്ലതല്ലേ, ഒരു പണ്ഡിതനെ കാണല്ലേ, അത് രോഗിയായി കിടക്കുന്ന ആളല്ലേ, ഞാനും കൂടെ വരാം. അങ്ങനെ പോയി. ആരാണ് ആ രോഗിയായി കിടക്കുന്ന ആള്? ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ മുഖാത്തിൽ റളിയല്ലാഹു അൻഹുവാണ്. റിയ്യിലെ വലിയ ഖാദിയാണ്, വലിയ മഹാനാണ്. അതാ വീട്ടിന്റെ വാതിൽക്കലെത്തിയപ്പോ വാതിലിന്റെ ചുങ്കും ചുറുക്കും കണ്ട് ബഹുമാനപ്പെട്ട ഹാത്തിമുൽ അസ്വം റളിയല്ലാഹു അൻഹു കുറെ നേരം ചിന്തിച്ചുകൊണ്ട് അവിടെ നിന്നുപോയി. എന്നിട്ട് മഹാനവറുകൾ പറയുന്നു, യാ റബ്ബി ആലിമുൻ അലാ ഹാദൽ ഹാൽ. ഒരു വലിയ പണ്ഡിതൻ ഈ അവസ്ഥയിലോ? എത്ര വലിയ സൗകര്യങ്ങളാണ്, സംവിധാനങ്ങളാണ്. ഹാത്തിമുൽ അസ്വം റളിയല്ലാഹു അൻഹു അവിടെ നോക്കി നിൽക്കുകയാണ്. വീട്ടിന്റെ ഉള്ളിലേക്ക് അങ്ങ് പ്രവേശിച്ചപ്പോ ആ വീട്ടിന്റെ ഉള്ളിലുള്ള ഒരുപാട് സൗകര്യങ്ങൾ, സംവിധാനങ്ങൾ, തുല്യതയില്ലാത്ത വിധം ഫർണിച്ചറുകൾ, അതുപോലെ തന്നെ ഒരുപാട് സംവിധാനങ്ങൾ കണ്ടപ്പോ വീണ്ടും ഹാത്തിമുൽ അസ്വം റളിയല്ലാഹു അൻഹു ചിന്തിച്ചു പോകുന്നു, ഇങ്ങനെയുണ്ടോ റബ്ബേ? ഒരു വലിയ പണ്ഡിതന്റെ വീട് ഈ രൂപത്തിൽ അലങ്കരിച്ചിരിക്കുകയോ? സ്വർഗീയ സമാനമായ രൂപഭാവങ്ങളാണല്ലോ സ്വീകരിച്ചിരിക്കുന്നത്. ആവശ്യത്തിനുള്ള അലങ്കാരങ്ങളൊക്കെ പറ്റും, ഇതിലപ്പുറമുള്ള ഒരുപാട് സൗകര്യങ്ങൾ അവിടെയുണ്ട്. മുഹമ്മദ് ബിൻ മുഖാത്തിൽ റളിയല്ലാഹു അൻഹു വിളിച്ചു, ആംഗ്യം കാണിച്ചു, കിടക്കുകയാണ്, ഒന്ന് വന്നിവിടെ ഇരിക്കൂ എന്ന് ആംഗ്യം കാണിച്ചപ്പോ ബഹുമാനപ്പെട്ട ഹാത്തിമുൽ അസ്വം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ അജ്ലിസൂ, ഞാൻ ഇരിക്കൂല.
നിങ്ങൾക്ക് വല്ല ആവശ്യമുണ്ടോ എന്നോട് ചോദിക്കാൻ? അതെ, ചോദിക്കാനുണ്ട്, ഒരു മസ്അല ചോദിക്കാനുണ്ട്. എന്നാ ചോദിച്ചോളൂ. നിങ്ങളൊന്ന് നേരെ ഇരിക്കൂ. ഇപ്പൊ ഈ ചാരിയല്ലേ ഇരിക്കുന്നത്, നേരെ ഇരിക്കൂ, ഞാനൊന്ന് ചോദിക്കട്ടെ. മുഹമ്മദ് ബിൻ മുഖാത്തിൽ റളിയല്ലാഹു അൻഹു നേരെ ഇരുന്നു. ഹാത്തിമുൽ അസ്ം റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഈ ഇൽമു നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയതാണ്? നിങ്ങൾക്ക് എവിടുന്നാണ് ഇൽമു കിട്ടിയത്? നിങ്ങൾ വലിയ പണ്ഡിതനാണല്ലോ. മഹാനവറുകൾ പറഞ്ഞു, ഞാൻ ഇൽമു സ്വീകരിച്ചത് മിനസ്സിഖാത്തി, വിശ്വസ്തരായ ഉലമായിൽ നിന്നാണ്, വലിയ വലിയ പണ്ഡിതന്മാരിൽ നിന്നാണ്. അവർ ആരിൽ നിന്നാ സ്വീകരിച്ചത്? അന്നസ്ഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിൽ നിന്നാണ് എന്റെ ഉസ്താദുമാർ ഇൽമു സ്വീകരിച്ചത്. പിന്നെയും ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് ആരിൽ നിന്നാ സ്വീകരിച്ചത്? അതെ, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നിന്നാ സ്വീകരിച്ചത്. തങ്ങളോ? തങ്ങൾ സ്വീകരിച്ച ജിബ്രീൽ അലൈഹിസ്സലാമിൽ നിന്നാണ്. ജിബ്രീൽ അലൈഹിസ്സലാമോ അല്ലാഹുവിൽ നിന്നാ സ്വീകരിച്ചത്. ഹാത്തിമുൽ അസ്ം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ ശിഷ്യന്മാര് വിശ്വസ്തരിലേക്ക് ഇങ്ങനെ കൈമാറി കൈമാറി നിങ്ങളിലേക്ക് എത്തിയ ഇൽമിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മൻ കാന ഫീ ദാരിഹി അമീറാ, വീട്ടിൽ ഒരാൾ വലിയ നേതാവായി, വകാന ഫീ ദാരിഹി സിർവത്തു വൽ മതാഉൽ ഹസൻ, വലിയ പുരോഗതിയും വലിയ പ്രൗഢിയും ആ വീട്ടില്. ഏതെങ്കിലും മഹാന്മാരിൽ നിങ്ങൾ അങ്ങനെ കേട്ടിട്ടുണ്ടോ? അവരിൽ ആരിലെങ്കിലും അങ്ങനത്തെ ഒരു സ്വഭാവം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇത്രയും വലിയ വിശാലതയുണ്ടായിട്ട് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനം കിട്ടുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മുഹമ്മദ് ബിൻ മുഖാത്തിൽ റളിയല്ലാഹു അൻഹു കുറച്ചു നേരം ചിന്തിച്ചിട്ട് പറഞ്ഞു, ലാ, ഇല്ല, കേട്ടിട്ടില്ല. പിന്നെന്താ നിങ്ങൾ കേട്ടത്? കേട്ടതെന്ന് പറയൂ. ഉടനെ പറയുന്നു, മൻ സഹിദ ഫിദ്ദുനിയാ വറഗിബ ഫിൽ ആഖിറതി വഖദ്ദമ ലി ആഖിറതിഹി വഹബ്ബൽ മസാകീന കാനത് ലഹു ഇൻദല്ലാഹിൽ മൻസിലത്തുൽ കുബ്റൽ ആലിയാ. ഒരാൾ ജീവിക്കുന്നു നല്ല ത്യാഗം ചെയ്ത്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നതാണല്ലോ ത്യാഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഷ. എല്ലാം കൈയടക്കിയിട്ട് പിന്നെ ബാക്കിയുള്ളതിലേക്കൊന്നും തുരിഞ്ഞിട്ടില്ല എന്നുള്ളതല്ല. ഉള്ളതിൽ മതിയാക്കി, അത് സൗകര്യപ്പെടുത്തി, അത് സംവിധാനിച്ച്, അതുകൊണ്ട് മതിയാക്കി ജീവിക്കുക ആവശ്യത്തിന് മാത്രം. എന്നിട്ടോ ആഖിറത്തിൽ ആഗ്രഹിച്ചു, ആഖിറത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ സമർപ്പിച്ചു, മിസ്കീന്മാരെ ഇഷ്ടപ്പെട്ടു, അവർക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഒരുക്കി കൊടുത്തു. എന്നാൽ അയാൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനമുണ്ട്, ചെറിയ സ്ഥാനമല്ല. എന്നിട്ട് ഹാത്തിമുൽ അസ്ം റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെയാണ് ഹദീസ് കേട്ടതെങ്കിൽ നിങ്ങൾ പിൻപറ്റിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും ആ സ്വഹാബിനോടുമാണോ? അംബി ഫിർഔന വഹമാൻ, അല്ല, നിങ്ങൾ പിൻപറ്റിയത് ഫിർഔനോടാണോ ഹാമാനോടാണോ? ആരോടാ നിങ്ങൾ പിൻപറ്റിയത്? ആ വലിയ പണ്ഡിതനെ ഹാത്തിമുൽ അസ്ം റളിയല്ലാഹു അൻഹു ചോദ്യം ചെയ്യുകയാണ്. എന്നിട്ട് മഹാനവർകൾ പറഞ്ഞു, യാ ഉലമാ അസ്സൂ മസലുക്കും യറാഹുൽ ജാഹിൽ മുതകാലിബു അലദ് ദുനിയാ അർറാഗിബു ഫീഹാ. നിങ്ങളെ പോലത്തെ ആളുകളെ ജാഹിലിയങ്ങൾ കണ്ടിട്ടവര് പറയും ഇങ്ങനെ തന്നെയാണ് അവര്, പിന്നെ നമ്മൾ അതിനേക്കാളും മോശമായാല് പ്രശ്നമല്ല എന്ന് ഹാത്തിമുൽ അസ്ം റളിയല്ലാഹു അൻഹു മുഹമ്മദ് ബിൻ മുഖാത്തിൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്. പരിധി വിട്ട രൂപത്തിലായിരുന്നു അത്. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ഉപദേശം കൊടുത്തത്, അങ്ങനെ പാടില്ല എന്നുള്ള അർത്ഥത്തിൽ. അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അവർകൾ വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. എല്ലാവരും ഒന്ന് മുന്നോട്ട് കയറിയിരിക്കുക, മുമ്പിലുള്ള സീറ്റിലേക്കൊക്കെ. അവിടെ ബാക്കിലൊക്കെ ആളുകളുണ്ട്, അവർക്ക് സൗകര്യപ്പെടാൻ. ഒന്ന് മുന്നോട്ട് കയറിയിരിക്കുക, മുന്നിലുള്ള സീറ്റിലേക്ക്. പുറത്ത് നിൽക്കുന്ന ആൾക്ക് സൗകര്യം. ഒന്ന് മുന്നിലേക്ക് കയറിയിരിക്കുക എല്ലാവരും. അൽഹംദുലില്ലാ, ബഹുമാനപ്പെട്ട സ്ഥാപകങ്ങളെത്തി. ഞാൻ നീട്ടുന്നില്ല. സാമ്പത്തികമായ ദുരുപയോഗവും ദുർവ്യയവും സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തിയത് നമ്മൾ മറക്കരുത്. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. നമ്മൾ എത്ര സമ്പത്ത് നല്ല മാർഗത്തിൽ സ്വരൂപിച്ചാലും ഒരൊറ്റ ദിർഹമും ഒരൊറ്റ രൂപയും അള്ളാഹു പൊരുത്തപ്പെടാത്ത മേഖലയിൽ പോകരുത്. ഖൈറായ മേഖലയിൽ എത്രയും ചെലവഴിക്കാം. അതുകൊണ്ട് നമുക്ക് വളർച്ച ഇങ്ങനെ കൂടിക്കിട്ടും. അതുകൊണ്ടല്ലേ ഒമാ ആതൈതും മിൻ സക്കാത്തിൻ തുരീദൂന വജ്ഹല്ലാഹി ഫൗലൈക ഹുമുൽ മുളഇഫൂൻ.
ഖൈറായ മേഖലയിൽ ഒന്നാണ് സക്കാത്ത്. നിങ്ങൾ കൊടുക്കുന്ന സക്കാത്തിനൊരു കുറവുണ്ടാകൂല. അതിങ്ങനെ വർദ്ധിച്ച് 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 കിട്ടുകയാണ് ചെയ്യുക. അതേ സമയത്ത് അനാവശ്യമായ ഒരു മേഖലയാണല്ലോ റിബ. അതിന് നിങ്ങൾ ചെലവഴിക്കുന്ന ഒന്നും അള്ളാഹുവിന്റെ അടുക്കൽ വളരൂല. അത് ഇവിടെയും വളരൂല. ഇവിടെയും കുറെ കഴിഞ്ഞിട്ട് അതുകൊണ്ട് ദുഃഖവും നഷ്ടമായിരിക്കും ഉണ്ടായിരിക്കുക. പലർക്കും അങ്ങനെ തന്നെയല്ലേ അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. എത്ര ആളുകളാണ് ജപ്തി കൊണ്ട് ബുദ്ധിമുട്ടുന്നത്. കാര്യങ്ങൾ അന്വേഷിച്ച് നോക്കുമ്പോൾ സ്വരൂപിച്ചത് മുഴുവനും മറ്റൊരു വഴിക്കാണ്. അവിടെ കടങ്ങളൊക്കെ വീട്ടിയിട്ട് അവർക്ക് അള്ളാഹു റാഹത്ത് കൊടുക്കട്ടെ, അവരെ നമ്മളെയൊക്കെ അള്ളാഹു നന്നാക്കി തരട്ടെ. അവിഹിതമായ മേഖലയിലൂടെ സമ്പത്ത് സ്വരൂപിച്ച് അവിഹിതമായ മേഖലയിൽ സമ്പത്ത് ചെലവഴിക്കുന്ന ഒരു ഏർപ്പാട് അന്നത്തെ ആളുകൾക്ക്, മക്കയിലെ മുശ്രിക്കുകൾക്ക് ഉണ്ടായിരുന്നു. അത് പാടില്ല, അത് പിശാചുക്കളുടെ സ്വഭാവമാണ് എന്ന് ഓർമ്മപ്പെടുത്തി ചെലവഴിക്കേണ്ട മേഖലകളൊക്കെ അള്ളാഹു നമുക്ക് എണ്ണിപ്പഠിപ്പിച്ചതെന്ന്. വലാ തുബദ്ദിർ തബ്ദീറൻ, ഒരൽപ്പം പോലും ദുർവ്യയം നമ്മുടെ സമ്പത്തിലുണ്ടാകരുത്. ആവശ്യത്തിന് വേണ്ടി എത്രയും നല്ല സമ്പത്ത് ചെലവഴിക്കാം, പക്ഷേ ഹലാലായ മേഖലകളിൽ പരിമിതപ്പെടുത്തുന്നതാണ് നല്ലത്. കാരണം മറ്റു കൂലി കിട്ടുന്ന മേഖലകളിലാണെങ്കിൽ നിയ്യത്തെന്നാക്കിയാൽ കൂലി കിട്ടും. നമ്മളെ കൽബ് എന്താകണമെന്നേ ഉള്ളൂ. ഹലാലാതിന് നിയ്യത്തെന്നാക്കി നല്ല കൂലി കിട്ടും. എപ്പോഴും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. വേറെ കുറെ ശ്രേഷ്ഠമായ മേഖലകൾ ഇവിടെ ഉണ്ട്. ആ മേഖലകളിലൊക്കെ കഴിവിന്റെ പരമാവധി സമ്പത്ത് ചെലവഴിച്ച് സാമ്പത്തിക ദുരുപയോഗം കഴിവിന്റെ പരമാവധി ശ്രദ്ധിച്ച് ഉള്ള സമ്പത്തിൽ ബറക്കത്തിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് ഒരുപാട് ഖൈറായ മേഖലകൾ നമ്മുടെ നാട്ടിലുണ്ട്. പാവങ്ങളെ സഹായിക്കുന്നത് മാത്രമല്ല, സ്ഥാപന സംരംഭങ്ങളിൽ സഹായങ്ങൾ ചെയ്യുന്നത്, കുടുംബക്കാർക്ക്, അയൽക്കാർക്ക്, നമ്മുടെ നാട്ടിലും മറുനാട്ടിലുമുള്ള പാവങ്ങൾക്ക് വേണ്ടി, അതുപോലെ തന്നെ ജോലിയില്ലാതെ രോഗികളായി കഴിയുന്ന ആളുകൾക്ക് വേണ്ടി, ഇങ്ങനെ തുടങ്ങി ധാരാളം മേഖലകളുണ്ട്. അവനവനെ കൊണ്ട് കഴിയുന്ന മേഖലകളിൽ സമ്പത്ത് ചെലവഴിച്ച് അള്ളാഹുവിങ്കലേക്ക്, ആഖിറത്തിലേക്ക് വലിയൊരു സമ്പാദ്യം സമ്പത്ത് കൊണ്ട് സ്വരൂപിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ സദസ്സ് അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.